ഇതാ ഞങ്ങൾ കാശ്മീരിലെ രണ്ടാം ദിവസമാണ്. ഞങ്ങൾ നേരത്തെ കുളിച്ച് മാറ്റി ഒരുങ്ങി ഇവിടെ ഓരോ സ്ഥലങ്ങളിലേക്കും പോകാൻ ഇവിടെ തങ്ങിയ 4 ദിവസവും ബസ്സുണ്ടായിരുന്നു. ബസ്സിലെ യാത്രയിലാണിപ്പോൾ. സോനാമർഗിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. കാശ്മീർ ലോകത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അവിടെ സ്വർണ്ണപ്പൂക്കളാൽ പരിലസിച്ചു നിൽക്കുന്ന പനിനീർ ചെടിയാണ് സോനാമർഗ്. വർഷത്തിൽ 6 മാസത്തോളം മനുഷ്യവാസമില്ലാതെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 9200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശിശിരത്തിലെ കൊടും തണുപ്പിന് ശേഷം വസന്തകാലത്തോടെ മഞ്ഞുരുകി വഴി തെളിയുമ്പോൾ അവിടം സഞ്ചാരികളുടെ പറുദീസയായി മാറും. മഞ്ഞു പുതച്ച മലകളിലും പുതുനാമ്പുകൾ തളിരിട്ട താഴ്വരകളിലും ഇളം വെയിൽ തട്ടുമ്പോൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഈ പ്രദേശത്തെ സോനാമർഗ് അഥവാ സ്വർണ്ണ പുൽമേടി എന്ന് വിളിച്ചത് ആരാണാവോ? ഇതാ ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കാനായി വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആലു പൊറാട്ടയും നൂഡിൽസുമാണ് കഴിച്ചത്. ഇതാണ് ഞങ്ങൾ 4 ദിവസം കാഴ്ചകൾ കാണാൻ പോയിരുന്ന ബസ്. ഞങ്ങൾ ചായ കുടിച്ച ഹോട്ടലിന്റെ പിറകിൽ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. സിന്ധു നദി ആണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ വെള്ളത്തിന് ഒരു പ്രത്യേക നിറമായിരുന്നു. കുറെ നേരം അതൊഴുകുന്നത് ഞാൻ വീക്ഷിച്ചു നിന്നു. ഇതാ ഞങ്ങൾ വീണ്ടും സോനാമർഗിലേക്കുള്ള യാത്രയിലാണ്. ഇതാ ഞങ്ങളൊരു തണലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തണലിലൂടെയുള്ള ഒരു യാത്ര വേറിട്ട ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ തണലിൽ നിന്ന് പുറത്തെത്തി മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞങ്ങൾ സോനാമർഗ് എത്തിക്കഴിഞ്ഞു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിനോദമായിരുന്നു കുതിരസവാരി. മാനമുട്ടെ ഉയർന്ന് പച്ച വിരിച്ച കുന്നുകൾ, കുഞ്ഞു പുല്ലുകളാൽ പച്ചമെത്ത വിരിച്ച ഭൂപ്രദേശം. സോനാമർഗിൽ ശരിക്കും ഒരു നല്ല അനുഭവമായിരുന്നു. നല്ല തണുത്ത കാറ്റ്. ഇനി ഇവിടെ നിന്ന് 0 പോയിന്റിലേക്ക് ഞങ്ങൾക്ക് പോകാനുണ്ട്.
ആളുകൾ റോഡിലൂടെ കഴുതപ്പുറത്തും കുതിരപ്പുറത്തുമായി സഞ്ചരിക്കുന്നു. അതിനിടയ്ക്ക് അനിയത്തി ഓടി കളിക്കുന്നുണ്ടായിരുന്നു. സീറോ പോയിന്റിലേക്ക് ഒരു ടാക്സി വിളിച്ചു പോകേണ്ടതുണ്ട്. ഇതിനായി ഞങ്ങൾ ടാക്സിയിൽ കയറിയിരുന്നു. ഇതാ ഞങ്ങൾ സീറോ പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങി കഴിഞ്ഞു. സീറോ പോയിന്റിലേക്കുള്ള വഴികളിൽ ഓരോ സ്ഥലങ്ങളിലും ജവാന്മാർ ഉണ്ടായിരുന്നു. ആർമി ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നു. ഓരോ വണ്ടികളിലും നമ്പറിട്ട് ആർമി ഓൺ ഡ്യൂട്ടി എന്നെഴുതി വണ്ടികൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിലുള്ള പട്ടാളക്കാർക്ക് അനിയത്തി സല്യൂട്ടും ടാറ്റയും കൊടുത്തു. അവർ തിരിച്ച് കൈവീശി ചിരിച്ചു. അവൾക്ക് സന്തോഷമായി. സീറോ പോയിന്റിലേക്കുള്ള വഴിയിൽ നല്ല പൊടിയായിരുന്നു.